ഒരു പെന്തക്കോസ്തു വിശ്വാസിയായ മനോജ് എബ്രഹാമിന് കേരളത്തിന്റെ DGP ആകുന്നതിന് അദ്ദേഹത്തിന്റെ മതവിശ്വാസം ഒരു തടസ്സമാണോ? ഇന്നലെ ഹൈക്കോടതിയിൽ നൽകപ്പെട്ടിരിക്കുന്ന ഒരു ഹർജി നമ്മുടെ മുൻപിൽ ഉയർത്തുന്നത് നിരവധി വലിയ ചോദ്യങ്ങളാണ്. കേരളത്തിന്റെ DGP ആകുവാൻ ഗവൺമെന്റ് സബ്മിറ്റ് ചെയ്തിരിക്കുന്ന 6 പേരടങ്ങുന്ന പാനലിൽ നിന്ന് മനോജ് എബ്രഹാമിനെ ഒഴിവാക്കണമെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹൈക്കോടതി ഇന്ന് ഹർജി പരിഗണിക്കും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവിയാകുവാൻ പരിഗണിക്കപ്പെടുന്ന പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന മുതിർന്ന IPS ഉദ്യോഗസ്ഥനാണ് മനോജ് എബ്രഹാം. ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് DGP സ്ഥാനത്തേക്ക് പരിഗണിക്കുവാൻ കേരളം കേന്ദ്രത്തിന് ശുപാർശ നൽകിയിട്ടുള്ള 6 പേരുകളിൽ ഉൾപ്പെട്ടിരിക്കുന്ന മനോജ് എബ്രഹാമിനെ പരിഗണിക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകനായ M.R. അജയനാണ് ഹർജിക്കാരൻ. ഇദ്ദേഹം നേരത്തെ കേരള ശബ്ദത്തിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പല റിപ്പോർട്ടുകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. പല പൊതു താല്പര്യ ഹർജികൾ മുൻപ് കൊടുക്കുകയും വാർത്തകളിൽ ഇടം പിടിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഇദ്ദേഹം. മനോജ് എബ്രഹാമിനെതിരെ പല ആരോപണങ്ങൾ ഈ പരാതിയിൽ ഉന്നയിക്കുന്നുണ്ടെങ്കിലും ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് പെന്തക്കോസ്തു വിശ്വാസിയാണെന്നും പരിസരവാസികൾക്ക് ശല്യമാകും വിധം പ്രാർത്ഥന നടത്തുന്നു എന്നുള്ളതുമാണ്. ഒപ്പം അദ്ദേഹം മിഷണറി പ്രവർത്തനങ്ങളിൽ സജീവമാണെന്നും ഈ പരാതിയിൽ ആരോപിക്കുന്നു. നിലവിൽ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഡയറക്ടറാണ് മനോജ് എബ്രഹാം. നിലവിലെ DGP ഷെയ്ഖ് ദർവേസ് ഷാഹിബ് ജൂൺ 30 വിരമിക്കും. അതോടനുബന്ധിച്ച് 6 പേരുകളാണ് DGP സ്ഥാനത്തേക്ക് കേരള സംസ്ഥാനം ശുപാർശ ചെയ്തിരിക്കുന്നത്. ഇതിൽ നിന്ന് 3 പേരടങ്ങുന്ന ഒരു ലിസ്റ്റ് കേന്ദ്രം തിരഞ്ഞെടുക്കും. അത് സംസ്ഥാനത്തേക്ക് നൽകുകയും അങ്ങനെ സംസ്ഥാനം ആ 3 പേരിൽ നിന്ന് ഒരാളെ ആയിരിക്കും പോലീസ് മേധാവിയായിട്ട് നിയമിക്കുവാൻ പോകുന്നത്. നിതിൻ അഗർവാൾ, റവാഡ ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത, മനോജ് എബ്രഹാം, സുരേഷ് രാജ് പുരോഹിത്, M.R. അജിത് കുമാർ എന്നിവരാണ് ഈ ലിസ്റ്റിലുള്ളത്. കേരളത്തിലെ പ്രഗത്ഭരായ IPS ഓഫീസർമാരിൽ ഒരാളാണ് മനോജ് എബ്രഹാം. ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലായിരുന്നു അദ്ദേഹത്തിന് DGP റാങ്കിൽ ഫയർഫോഴ്സ് മേധാവിയായി നിയമനം ലഭിച്ചത്. പിന്നീട് അദ്ദേഹത്തെ ഉടനെ തന്നെ വിജിലൻസ് മേധാവിയായി നിയമിക്കുകയും ചെയ്തു. 1994 IPS ബാച്ചിൽപ്പെട്ട ഉദ്യോഗസ്ഥനാണ് മനോജ് എബ്രഹാം. മുൻപ് ഇദ്ദേഹം ഇന്റലിജൻസ് ADGP, ക്രമസമാധാന വിഭാഗത്തിന്റെ ADGP തുടങ്ങിയ പദവികളൊക്കെ വഹിച്ചിട്ടുണ്ട്. നിരവധി അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് രാഷ്ട്രപതിയുടെ വരെയുള്ള അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ മനോജ് എബ്രഹാം ഏറ്റവും അധികം വാർത്തകളിൽ തിളങ്ങി നിന്നതും കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു പോലീസ് ഓഫീസറായി അറിയപ്പെടുവാൻ തുടങ്ങിയതും 2001 തോന്നുന്നു അദ്ദേഹം കണ്ണൂർ പോലീസ് സൂപ്രണ്ടായി നിയമിതനായ മുതലാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നായനാർ ഗവൺമെന്റ് ഇവിടെ ഭരണം നടത്തുന്ന ആ കാലഘട്ടത്തിൽ കണ്ണൂരിൽ ഉണ്ടായ നിരവധി കൊലപാതകങ്ങൾ, പ്രത്യേകിച്ച് രാഷ്ട്രീയ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട് RSS മാർക്സിസ്റ്റ് സംഘടനകളിലൂടെ നിരവധി പേർ കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് നായനാർ അദ്ദേഹത്തെ കണ്ണൂരിലേക്ക് വിടുന്നത്. 4 വർഷം കൊണ്ട് അദ്ദേഹം കണ്ണൂരിലെ ഇതുപോലെയുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് അന്തം വരുത്തി കുറ്റവാളികളെ ജയിലറയ്ക്കകത്താക്കി കേരളത്തിന്റെ മുഴുവൻ അഭിമാനമായി മാറിയ ഒരു പോലീസ് ഓഫീസറാണ് മനോജ് എബ്രഹാം. തിരുവനന്തപുരത്തും കൊച്ചിയിലും അദ്ദേഹം സിറ്റി പോലീസ് കമ്മീഷണറായും പ്രവർത്തിച്ചിട്ടുണ്ട്. 2014 IG ആയും 2019 മുതൽ ADGP ആയും കേരള പോലീസിൽ അദ്ദേഹം പ്രവർത്തിച്ചു. കൂടാതെ അദ്ദേഹം സൈബർ ഡോമിന്റെ മേധാവിയായും വിജിലൻസ് ഡയറക്ടർ എന്ന നിലയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രവർത്തിച്ച എല്ലാ മേഖലകളിലും കഴിവ് തെളിയിച്ചിട്ടുള്ള ശക്തനായ ഒരു പോലീസ് ഓഫീസറാണ് മനോജ് എബ്രഹാം. ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ മതവിശ്വാസത്തിന്റെ പേരിൽ അദ്ദേഹത്തെ ഒരു ഉന്നത പദവിയിൽ എത്തുന്നതിൽ നിന്ന് തടയുവാനുള്ള ശ്രമങ്ങൾ ബോധപൂർവം നടക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഹൈക്കോടതിയിലുള്ള കേസിൽ കോടതി എന്ത് വിധി പറയുമെന്നുള്ളതിനനുസരിച്ചായിരിക്കും മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. എന്തായിരുന്നാലും ഇങ്ങനെ ഒരു പരാതി ഉണ്ടാകുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ചില വ്യക്തികളുടെ മനോഭാവത്തെയും ഗൂഢാലോചനയെയും നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇന്ത്യയിൽ ഏത് മതത്തിൽ വിശ്വസിക്കുവാനും ആ മതവിശ്വാസം പ്രാക്ടീസ് ചെയ്യുവാനും എല്ലാ ഗവൺമെന്റ് സർവീസിലുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്കും അവകാശമുണ്ട്.
നമ്മൾ നിരന്തരം കാണുന്നതാണ്. നമ്മുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ കേന്ദ്ര സർവീസിലുള്ളവരും സംസ്ഥാന സർവീസിലുള്ളവരും ഒക്കെ നിരവധി ദേവാലയങ്ങൾ സന്ദർശിക്കുന്നു, അമ്പലങ്ങൾ സന്ദർശിക്കുന്നു, അവർ മതപരമായ പരിപാടികളിൽ പലപ്പോഴും പങ്കെടുക്കുന്നു, പല സർക്കാർ ഓഫീസുകളിലും പൂജകൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഇതെല്ലാം നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് ഇതാ ഇവിടെ ഒരു പോലീസ് ഓഫീസർ അദ്ദേഹത്തിൻ്റെ മതവിശ്വാസത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനക്കയറ്റത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ലഭിക്കാവുന്ന ഉന്നതമായ ഒരു പദവിയെ തടയണമെന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ ഒരു കേസ് വന്നിരിക്കുന്നു, അല്ലെ ഒരു പരാതി വന്നിരിക്കുന്നു എന്ന് പറയുന്നത് ഏറ്റവും അപമാനകരമായ കാര്യമാണ്. ഇത് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം നാം ചർച്ച ചെയ്ത ഒരു വിഷയത്തിലേക്ക് കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. നമ്മളുടെ രാജ്യസഭ MP ആയിരിക്കുന്ന ജോൺ ബ്രിട്ടാസ് പെന്തക്കോസ്തിനെ കുറിച്ച് വളരെ അവഹേളനപരമായ നിലയിൽ, നിന്ദാകരമായ നിലയിൽ, അവജ്ഞയോടെ സംസാരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെയും മാധ്യമ പ്രവർത്തകരുടെയും ഒക്കെ ഒരു പൊതുബോധം പെന്തക്കോസ്തിനെതിരാണെന്ന് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരു കാര്യം യാഥാർത്ഥ്യബോധത്തോടുകൂടെ ഞാൻ പറയട്ടെ, മനോജ് എബ്രഹാം ഒരു പെന്തക്കോസ്ത് വിശ്വാസിയാണെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. തിരുവനന്തപുരത്തെ ഒരു പെന്തക്കോസ്ത് സഭയിൽ അദ്ദേഹം അംഗത്വമുണ്ട്. അദ്ദേഹം വിശ്വാസം നിലനിർത്തുന്ന വ്യക്തിയുമാണ്, പ്രാർത്ഥിക്കുന്ന വ്യക്തിയുമാണ്. എന്നാൽ അദ്ദേഹം പൊതുവേദികളിൽ അങ്ങനെ പ്രത്യക്ഷപ്പെട്ട് മതപ്രസംഗം നടത്തുന്നയാളോ സുവിശേഷം പ്രസംഗിക്കുന്നയാളോ അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെയുള്ള ചടങ്ങുകൾ അദ്ദേഹം ഒഴിവാക്കാറാണ് പതിവ്. പൊതുവേദികളിലൊന്നും അദ്ദേഹം അങ്ങനെ മതത്തിൻ്റെ പേരിൽ പ്രത്യക്ഷപ്പെടാറില്ല. എന്നാൽ എല്ലാ ഞായറാഴ്ചകളിലും അദ്ദേഹത്തിന് അവസരം ലഭിക്കുമ്പോൾ അദ്ദേഹം ആരാധനകളിൽ പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായ മതവിശ്വാസത്തിൻ്റെ ഭാഗം മാത്രമാണ്. ഇവിടെ എല്ലാ ആളുകളും മതങ്ങളിൽ വിശ്വസിക്കുന്നവരും അവരുടെ പൂജകൾ ആരാധനകളൊക്കെ നടത്തുന്നവരാണ്. അവർക്കാർക്കും ഒരു പ്രശ്നവുമില്ല. ഒരുവൻ പെന്തക്കോസ്തുകാരനായാൽ അവന് ഉന്നത പദവികളിൽ എത്തരുത് എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഈ സമൂഹത്തിൽ ഉണ്ടെന്നുള്ളത് എത്ര ജുഗുപ്സാവഹമായ കാര്യമാണ്. അത് ഒരു കാരണവശാലും കേരളത്തിന് അഭിമാനകരമായ ഒരു കാര്യമല്ല എന്നുള്ള കാര്യം ഞാൻ തുറന്നു പറയട്ടെ. ഇവിടെ പോലീസ് ഓഫീസർമാരായ IPS ഓഫീസർമാരായ പലരും തങ്ങളുടെ മതവിശ്വാസം പരസ്യമാക്കുകയും അതുമായി ബന്ധപ്പെട്ട സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയും അവരുടെ വിശ്വാസ പ്രഖ്യാപനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് നമുക്ക് നന്നായിട്ടറിയാം. ടോമിൻ ജെ തച്ചങ്കരിയെ നമ്മളാരും മറന്നിട്ടില്ലല്ലോ. അദ്ദേഹം സർവീസിലിരിക്കുന്ന കാലത്ത് തന്നെയാണ് മനോഹരമായ ക്രൈസ്തവ ഗാനങ്ങൾ എഴുതുകയും അത് CD-കളാക്കി പുറത്തിറക്കിയതും ഒക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോഴൊന്നുമില്ലാത്ത എന്ത് പ്രശ്നമാണ് മനോജ് എബ്രഹാമിനെതിരെ അദ്ദേഹത്തിൻ്റെ വിശ്വാസം പറഞ്ഞ് ഹൈക്കോടതിയിൽ ഒരു കേസ് വന്നതിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ളത് നാം പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ പുറകിൽ ഒരു കാരണവശാലും മനോജ് എബ്രഹാം കേരളത്തിലെ DGP ആയി വരുവാൻ പാടില്ല എന്ന് ഉറച്ചിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ താല്പര്യപ്പെടുന്ന ചിലരുടെ കൈകൾ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വരും ദിവസങ്ങളിൽ അത് സമൂഹ മധ്യത്തിൽ വ്യക്തമായേക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ മക്കൾക്ക് വിവാഹപ്രായമായോ? അവർക്കൊരു ജീവിത പങ്കാളിയെ അന്വേഷിച്ചു തുടങ്ങിയോ? നിങ്ങളെ സഹായിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. ഹാലലുയ മാട്രിമോണിയൽ ഏറ്റവും വിശ്വസ്തമായും ഏറ്റവും പെട്ടെന്നും നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ ദൈവഹിതപ്രകാരമുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. എന്താണ് ഹാലലിയ മാട്രിമോണിയലിൻ്റെ പ്രത്യേകത? ഹാലലിയായിക്ക് എല്ലാ ദിവസവും 10-15 വാർത്തകൾ വരെ പ്രസിദ്ധീകരിക്കുന്ന ഒരു ഓൺലൈൻ സംവിധാനമുണ്ട്. ആ വാർത്തകളോട് കൂടെ നിങ്ങളുടെ മക്കളുടെ വിവാഹ പരസ്യം കൂടെ ഉൾപ്പെടുത്തുവാൻ സാധിക്കും. അങ്ങനെ ഇത് ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരുന്നു. നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ആലോചനകൾ തിരഞ്ഞെടുക്കത്തക്ക നിലയിൽ ധാരാളം ഫോൺ കോളുകൾ നിങ്ങൾക്ക് ലഭിക്കും. രണ്ടാമത്തെ കാര്യം, ഹാലലിയായിക്ക് കഴിഞ്ഞ 30 വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രിൻ്റ് എഡിഷനുണ്ട്. എല്ലാ മാസവും 1-ാം തീയതിയും 15-ാം തീയതിയും ഹാലലിയ പത്രം പുറത്തിറങ്ങുന്നു. ആയിരക്കണക്കിന് വരിക്കാരിലേക്ക് അതെത്തുന്നു. ഈ പത്രത്തിലും ഈ മാട്രിമോണിയൽ പരസ്യം ഞങ്ങൾ ഉൾപ്പെടുത്തുന്നു. ഈ 2 സംവിധാനത്തിലൂടെ 10,000-ങ്ങളിലേക്ക് നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ എത്തിച്ചേരുമ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അനുയോജ്യമായ ആലോചനകൾ ലഭിക്കുന്നു. ദൂരെ എങ്ങും പോകണ്ട. നിങ്ങൾ ഇതോടൊപ്പമുള്ള നമ്പറിലേക്ക് നിങ്ങളുടെ മക്കളുടെ പ്രൊഫൈലും ഫോട്ടോയും അയച്ചു തരിക. ഇന്ന് തന്നെ
ഇതിൽ രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കും. വളരെ കുറഞ്ഞ ചെലവിൽ നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ വിവാഹാലോചന കണ്ടെത്തുവാൻ സാധിക്കും. അത് കേരളത്തിൽ മാത്രമല്ല, ലോകമെങ്ങുമുള്ളവർക്ക് ഈ സംവിധാനം ഉപയോഗിക്കാവുന്നതാണ്.